ആ മോളെ എഴുന്നേറ്റാ? എന്നാ പറ്റി? 2 ദിവസമായിട്ട് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്, മോക്കടെ മുഖത്തൊക്കെ ഒരു ക്ഷീണം പോലെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, ഞാൻ ഓക്കെയാണ്. എന്തേലും ഉണ്ടെങ്കിൽ പറയണേ അമ്മയടുത്ത്. നമുക്ക് അമ്മയ്ക്ക് വെറുതെ തോന്നണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തോ ഉണ്ട്, മുഖത്തൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കും ഉണ്ടോ മനസ്സിലാവാതിരിക്കുമോ? നോക്കാം, പറയാതെ വെച്ചേക്കുന്നേ. അമ്മ പറയുന്ന കൂട്ടൊന്നുമല്ല, ഞാനിതിവിടെ ആരെയും അറിയിച്ചിട്ടില്ല. അമ്മ ഇത് പ്രശ്നമാക്കാൻ നിൽക്കല്ലേ. എന്തായാലും എനിക്കിത് വേണ്ട. അമ്മയൊന്ന് മനസ്സിലാക്ക്. നമ്മൾ ഒരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മാനസികമായിട്ട് ഇതിനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങൾ ഒട്ടും സ്റ്റേബിൾ അല്ല അമ്മ. അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞിനെ കൂടെ വന്നാൽ ശരിയാവത്തില്ല. എനിക്കിത് വേണ്ടാന്ന് വയ്ക്കാൻ പോവാ ഞാൻ. അമ്മ ശരിയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ് അമ്മ. ഞാൻ സർപ്രൈസ് ആക്കാൻ വേണ്ടി വെച്ചതായിരിക്കുമല്ലേ മോള്? എന്താ അമ്മ? ഓ, അമ്മ കേട്ടു. എല്ലാം ഒന്നും കേട്ടില്ല, എപ്പോഴൊക്കെ ഒളിഞ്ഞൊന്നും കേൾക്കാറൊന്നും ഇല്ല കേട്ടോ അമ്മ. പെട്ടെന്ന് വന്നപ്പോ മോക്കടെ വായിന്ന് വിശേഷം ഉണ്ടെന്നൊക്കെ പറയണ കേട്ടപ്പോ എനിക്ക് സന്തോഷം കൊണ്ട് നിന്ന് പോയതാ. സന്തോഷമായി മോളെ. എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ, മോക്കടെ നടത്തവും ഭാവവും ഒക്കെ 2 ദിവസമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. മുഖത്ത് നല്ല തെളിച്ചം വന്നിട്ടുണ്ട്. സന്തോഷമായി. എത്ര നാളായിട്ട് അമ്മ കാത്തിരിക്കുന്നതെന്നറിയോ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ. 2 കൊല്ലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ കുഞ്ഞിനെ എന്തായാലും പ്രസവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനതിനെ അബോർട്ട് ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അയ്യോ, മോൾ എന്നെ ഈ പറയുന്നേ? അതെ, എനിക്ക് കുഞ്ഞിനെ വേണ്ട. അതിൽ പല കാരണങ്ങളുണ്ടാവും. അമ്മയായിട്ട് പിന്നെ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ അബോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നാട്ടുകാർ ചോദിക്കുമല്ലോ, അതിനുള്ള മറുപടി അമ്മ എന്നെ പറയേണ്ടി വരും കേട്ടോ. അല്ലേലോ നീ പെങ്കൊച്ചിന് തൊട്ടനും പിടിച്ചിനും തന്നിഷ്ടം മാത്രോ? ഇത്രയും വലിയൊരു കാര്യം അവള് സ്വന്തം അങ്ങ് തീരുമാനിച്ചു. എന്റെ മോൻ പോലും അറിഞ്ഞു കാണില്ല. മോക്കെന്തേലും കഴിക്കാൻ വേണോ? എനിക്കൊന്നും വേണ്ട. എന്താന്നറിയില്ല, ഓരോ ദൈവത്തിന്റെ കാര്യങ്ങളല്ലേ. കുറേ നാളായി ഇവിടെ ഉള്ളവരൊക്കെ ചോദിച്ചു തുടങ്ങി. നമ്മുടെ ബന്ധുക്കാരൊക്കെ എപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കും, അവർക്ക് വിശേഷമായില്ലേ എന്നല്ലോ. ഞാൻ പിന്നെ പണ്ട് തൊട്ടേ ഒരു കാര്യത്തിലും നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. അതാ പിന്നെ ഞാൻ പിന്നെ ഒന്നും അങ്ങ് ചോദിക്കാഞ്ഞേ. എല്ലാത്തിനും ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ എനിക്ക് നാട്ടുകാരോട് പറയാൻ, മോനും മരുമോക്ക് വിശേഷമായി, എനിക്കൊരു പേരക്കുട്ടി വരാൻ പോവാന്ന്. എല്ലാം ഒരുക്കണം. ഞാൻ നേരത്തെയും കണ്ടു എല്ലാം കാര്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക. നമ്മൾ ആ അവസാന നിമിഷത്തേക്ക് ഒന്നും അങ്ങ് വയ്ക്കരുത്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കുഞ്ഞിനെ ഞാൻ വേണ്ടാന്ന് വെക്കാന്ന്. പിന്നെ എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? പിന്നെ മോളപ്പം അമ്മയുടെ അടുത്ത് വെറുതെ തമാശ പറഞ്ഞതല്ലേ. തമാശ പോലും പറയാൻ പറ്റാത്ത കാര്യം മോൾ എൻ്റെ അടുത്ത് പറഞ്ഞേ. പക്ഷെ എന്നാലും മോള് തമാശ പറഞ്ഞതല്ലേ, അമ്മയ്ക്കറിയാം. പിന്നെ ഇതാണല്ലോ തമാശ. തമാശ പറയാൻ പറ്റിയ കാര്യമാണല്ലോ അതല്ലേ. അമ്മ ഇത് വേണ്ടെന്ന് പറഞ്ഞ് വേണ്ട. ഞാൻ ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അമ്മ ഇനി ആവശ്യമില്ലാതെ മെനക്കോട്ടൊന്നും കെട്ടേണ്ട ആവശ്യമില്ലായിട്ട് പിന്നെ അമ്മയ്ക്ക് എന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടില്ല. അത് സ്റ്റേബിൾ ആയിട്ട് മതി. ഞങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു കുഞ്ഞ് വരേണ്ട സാഹചര്യം ആയിട്ടില്ല. അതിന് മുമ്പ് കുഞ്ഞിനെ വലിച്ചു കയറ്റുന്നത് എന്തിനാണ്? അത് വേണ്ട, അത്ര തന്നെ. ആഗ്രഹങ്ങളൊക്കെ പലതും ഉണ്ടാവും, അത് പിന്നെ ആയാലും ആഗ്രഹം നടക്കും. ഞാൻ പറഞ്ഞു അമ്മ എടുത്ത്, ഇനി എല്ലാവരും അറിയിച്ച് നാണം കെടാൻ നിൽക്കരുത് അമ്മ. ഞാൻ പറയില്ല അതുകൊണ്ട്. ആഹാ, ഗർഭിണി അപ്പൊ ഇവിടെ നിൽക്കുകയാണ്. അമ്മ നിന്നോടെല്ലാം പറഞ്ഞു കാണുമായിരിക്കും അല്ലേ? നീ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ അമ്മായിമ്മ എന്നോട് കാര്യം പറഞ്ഞു. നീ എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ പറയാണ്ടിരിക്കണേ അർത്ഥമില്ലല്ലോ. ഞാൻ ഈ കുഞ്ഞിനെ എന്തായാലും വേണ്ടാന്ന് വെക്കാടി. അയ്യോ, നീ എന്തേ പറയുന്നേ? ദൈവദോഷം പറയല്ലേ. എടി, മെന്റലി ഞാൻ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ ചെലവും കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടുകാർക്ക് നടക്കത്തില്ല. ചേട്ടൻ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പൊ ഒരു കുഞ്ഞു വന്ന് ശരിയാവത്തില്ലടി. നീ പറയുന്നോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ആശുപത്രി ചെലവിന്റെ കാര്യം ഓർത്താ നീ ടെൻഷൻ അടിക്കുന്നെങ്കിൽ നിനക്ക് വല്ല ഇൻഷുറൻസ് എടുത്താ പോരായിരുന്നോ? പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു സാധനം എടുത്തു വെച്ചില്ലടി. എടി, മെറ്റേണിറ്റി കവറേജുകൾ കിട്ടുന്ന എത്രയോ പ്ലാനുകളുണ്ട് ഇൻഷുറൻസിൽ. നീ എന്തീ പറയുന്നത്? പ്രഗ്നന്റ് ആയതിനു ശേഷം എവിടെയെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? അതൊക്കെ 1 വർഷം മുന്നേ വല്ലതും എടുക്കേണ്ടി വരില്ലേ? എടി, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറി നീ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ 3 മാസം വരെ നിനക്ക് വെയിറ്റിംഗ് പീരീഡ് വരുള്ളൂ. കൂടാതെ ഇതിൽ 50,000 രൂപ വരെ ഫിക്സഡ് ആയിട്ടുള്ള മെറ്റേണിറ്റി പ്ലാനുകളും ഉണ്ട്. ആണോ? അങ്ങനെയൊക്കെ പറ്റുമോ? ഇതിപ്പോ പണമുള്ളവരില്ലാത്തവര് അങ്ങനെയൊന്നും ഇല്ലാടി. ഒരു വരുമാനമുള്ള ആരായാലും എടുത്തു വെക്കേണ്ട ഒന്നാണ് ഈ മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒന്ന് ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മിനിമം 50,000 രൂപ വരും. ഇനിയിപ്പോൾ പ്രസവത്തിന് വല്ല കോംപ്ലിക്കേഷൻ വന്നാലോ ചിലവ് പിന്നെയും കൂടും. ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ ഹെൽത്ത് പ്ലാനുകൾ കാണാൻ കഴിയും. അതും മെറ്റേണിറ്റി കവറേജുകൾ കിട്ടുന്നത്. ഇതിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയത് ഈസി ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മളിത് ഓൺലൈനായിട്ട് എടുക്കുന്നതുകൊണ്ട് 25% വരെ ഡിസ്കൗണ്ടും കിട്ടും. ആഹാ, കേട്ടിടത്തോളം കൊള്ളാം. ഇങ്ങനൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? പിന്നല്ലാതെ.
എടി പിന്നെ നീ ഇപ്പം എടുത്തേക്കണ തീരുമാനത്തിൽ നിന്ന് ഒന്നുകൂടെ മാറി ചിന്തിക്കണം കേട്ടോ. നീ എന്നോട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് വെച്ച് പറയാ, നീ അത്രമാത്രം നീ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതേ നീ തന്നെ നീ ഇപ്പം അവസാനം ഗർഭിണിയായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും നോക്കണ്ട, അതൊക്കെ പിന്നീടായാലും ശരിയാവും. നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, ഒരു കുഞ്ഞിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നീ കുഞ്ഞിനെ ഇല്ലാതാക്കരുത്. നീ എന്തായാലും നീ അവനോടൊന്ന് സംസാരിക്കുക കേട്ടോ. രണ്ടുപേരോടൊന്ന് ആലോചിച്ച് തീരുമാനിക്കും. ചേട്ടായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ എന്തായാലും താഴേക്ക് ചെല്ലട്ടെ. അല്ല മോളെ, സുഷമ വന്നായിരുന്നു കുറച്ചു നേരത്തെ മുമ്പേ. എന്താ പറഞ്ഞ? കുഞ്ഞമ്മായി ഇല്ലല്ലോ. കുഞ്ഞമ്മായിയുടെ ഒരു ചേട്ടന്റെ മരുമോള്. അത് പുള്ളിക്കാരി വലിയ പ്രായമൊന്നുമില്ല, നിന്നേക്കാളും ഒരു 4-5 വയസ്സ് മൂത്തേ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കല്യാണം കഴിച്ച് വന്ന സമയത്തൊക്കെ എന്നാ ഒരു ഭംഗിയായിരുന്നു. എല്ലാവരും പറയുമായിരുന്നു നല്ല സുന്ദരിയാണ്. അവർക്ക് 2-3 പ്രാവശ്യം ഗർഭിണിയായതാ. പക്ഷെ ആ പെണ്ണിന് എന്നാന്ന് വെച്ചാൽ ഈ സൗന്ദര്യത്തിന്റെ കാര്യവും പറഞ്ഞ് ഈ പെണ്ണ് പറഞ്ഞു പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം പോകുന്നും പറഞ്ഞ് ഈ പെണ്ണ് എല്ലാ അബോർഷൻ അങ്ങ് ചെയ്തു. കെട്ടിയവനെ മനസ്സ് മാറ്റിച്ച് അബോർഷൻ ചെയ്തു. പക്ഷെ ആദ്യത്തെ ഒരു 2-3 കൊല്ലത്തേക്ക് 3 പ്രാവശ്യം അബോർഷൻ കഴിഞ്ഞു. പക്ഷെ പിന്നെ ഇവർ ആഗ്രഹിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുമില്ല. ഇപ്പൊ കേട്ടിടത്തോളം കുറേ ഡോക്ടർമാരുടെ അടുത്ത് പോയി നടന്ന് കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. ഒരു ഒറ്റ മോന് വന്നേ, ആ കുടുംബത്തിൽ ഒറ്റ മോന്, ഒരു തലമുറ ഇല്ലാണ്ടായി പോയില്ലേ. എത്രയോ ഡോക്ടർമാരെ പോയി കണ്ടു. പക്ഷെ ഈ അബോർഷൻ കഴിഞ്ഞുകൊണ്ട് ആ ദൈവം നമുക്ക് തരുന്ന സമയത്ത് 2 കൈ നീട്ടി മേടിക്കണം. അല്ലാണ്ട് കളഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവവും തരത്തില്ല. ഓരോരുത്തരുടെ വിധിയെ. അമ്മ ഏതർത്ഥത്തിലാണ് ഈ സംസാരിക്കണൊക്കെ എനിക്കറിയാം. അമ്മയുടെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞമ്മേ, ഞങ്ങളുടെ സാഹചര്യം ഇതായതുകൊണ്ടാ, അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്നതല്ല. അമ്മയ്ക്കറിയോ, നമ്മളിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പം ചേട്ടൻ്റെ നല്ല പുതിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ആ ജോലി വെച്ച് ഒരു ലോണൊക്കെ എടുത്ത് ഒരു വീട് സ്വന്തമായിട്ട് മേടിച്ച് ഇപ്പം നമുക്ക് ബൈക്കേ ഉള്ളു. ബൈക്കൊക്കെ ഒന്ന് മാറ്റി കാറൊക്കെ ആയി ഒന്ന് സെറ്റിലായിട്ടൊരു കുഞ്ഞ് വരുന്നതല്ലേ നല്ലത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു എടുത്തു ചാടി ഒരു കുഞ്ഞിനെയും കൂടെ കൊടുത്ത് നമ്മുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ എന്തിനാ ഒരു കുഞ്ഞ്? ഇതേ ഒരു സാഹചര്യം കൊണ്ട്. അല്ലാണ്ട് ഞാൻ മാനസികമായിട്ട് എനിക്കൊരു അമ്മയാവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച് ഞാൻ ഈ വേണ്ടാന്ന് വെക്കുന്ന സിറ്റുവേഷൻ അമ്മ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഈ കുത്തിയും കൊളിച്ച് വർത്താനം പറയുന്നതിന് മുമ്പ് അമ്മ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറമ്മേ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ ദൈവം നമുക്ക് കുഞ്ഞിനെ തരണമെന്നില്ല മോളെ. ശരിയാ, മോള് പറയുന്നോട്ട് പൈസ കാര്യങ്ങളെല്ലാം വേണം. പക്ഷെ അതൊക്കെ പിന്നെയാണ് ഉണ്ടാക്കാം. കുഞ്ഞുങ്ങളായതിനു ശേഷവും നമുക്ക് പണവും സമ്പത്തും കാറും വീടും എല്ലാം നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ കുഞ്ഞുങ്ങളെ അങ്ങനെ കിട്ടണമെന്നില്ല. എത്രയോ ഒരു കുട്ടികളില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. കാര്യം ശരിയാണ്, മോളാണ് പ്രസവിക്കേണ്ടത്, മോള് മനസ്സുകൊണ്ട് ഒരുക്കണം, അതൊക്കെ മോക്കടെ കയ്യിലാണ്. പക്ഷെ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. മോക്ക് അറിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാ അവനുണ്ടായത്, നിന്റെ ഭർത്താവ്. ഈ 4 കൊല്ലം അമ്മ എന്തോരം വേദനിച്ചു എന്ന് മോക്കറിയത്തില്ല. എൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞവരുടെയും ചേച്ചിയുടെ അനിയത്തിയൊക്കെ അവർക്കൊക്കെ പിള്ളേരുണ്ടായതിനു ശേഷം പിള്ളേരുണ്ടാവില്ല എന്ന് പറഞ്ഞു നടന്നേ. ഞാൻ അബോർഷൻ ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ. ഒരു കുഞ്ഞിനെ താലോലിക്കാൻ അല്ലെങ്കിൽ ഒരു അമ്മയാവാൻ ഞാൻ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്നറിയോ. അങ്ങനെയുള്ള ആളാ ഞാൻ. അങ്ങനെ ഒരാളുടെ അടുത്ത് നിനക്ക് ആദ്യം ഒരു ഗർഭിണിയായി കണ്ടപ്പോൾ അബോർഷൻ ചെയ്യാന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. നിന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അമ്മയ്ക്ക് അറിയില്ല. നിങ്ങൾ പിന്നീട് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അമ്മ പറയാനുള്ളൂ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാ, നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ അബോർഷൻ്റെ കാര്യം എടുത്തിയാടി തീരുമാനിച്ചോ? ചേട്ടനായിട്ട് ഒന്നുകൂടെ സംസാരിക്കണം. അമ്മ അറിയുന്നോട്ട് കാറും വീടും സ്വത്തും സമ്പത്തും എല്ലാം ആയി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് ഇനി ഉണ്ടായില്ലെങ്കിലോ? അതൊക്കെ പിന്നെ ഉണ്ടാക്കാം. കുഞ്ഞാണ് ഏറ്റവും വലിയ പ്രധാനം. ഞാൻ എന്തായാലും ചേട്ടനായിട്ട് ഒന്നുകൂടെ ആലോചിക്കണം. അപ്പോൾ വീഡിയോയുടെ ഇടയിൽ ഞാനൊരു മെറ്റേണിറ്റി ഇൻഷുറൻസിൻ്റെ കാര്യം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ മെറ്റേണിറ്റിയുടെ പ്ലാനുകളൊക്കെ നോക്കുമ്പോൾ 1-2 വർഷമൊക്കെ ആയിരിക്കും അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്നതുകൊണ്ട് വെറും 3 മാസമാണ് വെയിറ്റിംഗ് പീരീഡ്. നിങ്ങളുടെ പോളിസി എത്ര ലക്ഷം രൂപയുടെ ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, പക്ഷേ മിനിമം 50,000 രൂപ വരെ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന മെറ്റേണിറ്റി പ്ലാൻസുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി നമുക്ക് ഈ പോളിസീസ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. താങ്ക് യു.